ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യാത്രയില്ലേ എൻ്റെ കൂടെ കാറിലുണ്ടായിരുന്നവരോട് ഞാൻ പറഞ്ഞു, ഈ ഹനാൻ ഷാനെ എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഹനാൻ ഷായുടെ വീഡിയോ കാണാറുണ്ട്, പക്ഷെ അതാണ് ഹനാൻ ഷാ എന്നറിയില്ല. പക്ഷെ എവിടെയോ ഹനാൻ ഷാ എന്ന് കിടക്കലുണ്ട്, പക്ഷെ ആളെ എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുമില്ല. നീ ഹനാൻ ഷാൻ അറിയില്ലേ? നിനക്ക് ഹനാൻ ഷാൻ ഇത്ര നല്ല ഇടറില്ലേ? നീ ഒരു മനുഷ്യനാണോ? ചിറ പുഞ്ചി മഴയത്ത് അയാളുടെ മഴ അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഹനാൻ ഷാൻ അറിയാത്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയി. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇയാളുടെ വേറെ വീഡിയോ വരുന്നത്. ഞാൻ വീട്ടിൽ പട്ടീനെ വളർത്താൻ പോകണം, ഞാൻ ഇതുപോലെ 2-3 ലക്ഷം രൂപ കൊടുത്തിട്ട് പട്ടിക്കൂട് മേടിച്ച് പട്ടിക്ക് ഇത്ര തീറ്റ കൊടുക്കുന്നുണ്ട്, ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെയും എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും മുഴുവൻ സുരക്ഷിതത്തിൻ്റെയും ഭാരം ഞാൻ ഈ പട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി ഏതെങ്കിലും മുസ്ലിം മതമൗലികവാദികൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പട്ടിനെ തൊടാൻ പാടില്ല, ഹറാമാണ്, നജസാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു വന്നാൽ എനിക്ക് നല്ല ദേഷ്യം വരും അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതേപ്പോൾ ഹനാൻ ഷാ, അതായത് എൻ്റെയും എൻ്റെ കുടുംബക്കാരുടെയും സുരക്ഷ ഞാനൊരു പട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഹനാൻ ഷായുടെ അടിയിൽ പോയി കിടന്ന് എന്തിനാണ് മുസ്ലിങ്ങളെ നിങ്ങൾ അയാൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും പറയാറില്ല, പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ചിരി വന്നു. കാരണം അത് ഹനാൻ ഷായുടെ തെറ്റല്ല. ഹനാൻ ഷായുടെ എവിടെ തെറ്റ്? അയാളുടെ ഉൾപ്പെടെ ഈ സോഷ്യൽ മീഡിയയിൽ തലകുത്തി മറിയുന്ന ഒരുപാട് ആൾക്കാരുടെ എല്ലാം കമന്റ് ബോക്സിൻ്റെ ചെന്നിട്ട് അവരെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഓൺലൈൻ മുഫ്തിമാരുടെ തെറ്റ. അവരുടെ കബറിലേക്ക് നിങ്ങൾ പോകണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കബറിലെ കാര്യം നോക്കിയാൽ പോരെ. ഇപ്പം ഇത് പറയാൻ ഞാൻ ആരാന്ന് നോക്കി. സത്യം ഞാൻ എന്തിനാ ഓൺലൈൻ മുഫ്തി ആവുന്നത്? എനിക്കും ഇസ്ലാം പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എൻ്റെതായ ചിട്ടകളിൽ ഈ ഇസ്ലാം കാര്യം ഇമാൻ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കബറിലേക്ക് കൊള്ളാം. ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തന്നെ കുത്തിക്കയറി പോകാറില്ല. പിന്നെ ഇതെല്ലാം ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് ചിന്തിക്കുമല്ലോ. ചിന്തിച്ച സമയത്ത് എനിക്ക് പണ്ട് കണ്ടൊരു ട്രോള ഓർമ്മ വന്നത്. ഒരാൾ വേറെ ആളെന്ന് വിളിക്കണം, എടാ വാടാ പള്ളിപ്പാടാ, ഓ ഇന്നില്ലടാ ഭയങ്കര മഴ വരുന്നു, എടാ ഇന്ന് വെള്ളിയാഴ്ചടാ, വയ്യടാ ഭയങ്കര മഴയൊക്കെ വരും, ഞാനൊന്നുമില്ല പിക്കോ. ആ ശരി. കുറച്ച് കഴിയുമ്പോൾ അയാൾ ഫോൺ ചെയ്തു, എടാ നമ്മുടെ റസൂലെടുത്തിന് ഫേസ്ബുക്കിൽ തീർന്നു, ഞാനടാ അവനെ കൊല്ലടാ വെട്ടറാ കമൻ്ററാ ശരിയാക്കടാ, അവനെ തിരി വിളിക്കടാ. നിസ്കാരമല്ലോ നോമ്പല്ലോ സ്വന്തം കാര്യം നോക്കുമില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണെങ്കിൽ ആൾക്കാർ ഓൺലൈനിൽ ഇസ്ലാം പഠിപ്പിക്കാനും നടക്കും. അവരെ ഹനാൻ ഷാ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്.